ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതല്ലാത്ത കവിതകളും ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാം ഈ പെർസ്പെക്റ്റീവിലൂടെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നീട് തോന്നിയൊരു ധന്യത എന്താന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ഉത്തുംഗതയെ എന്റേതായ രീതിയിൽ ചെറിയ രീതിയിലൊന്ന് തൊടാനെങ്കിലും കഴിഞ്ഞല്ലോ എന്നുള്ള വരുകാലങ്ങളിൽ ആ ഒരു ധന്യത കൂടുതൽ വിനിമയം ചെയ്യപ്പെടുമ്പോ സന്തോഷം ഉണ്ടാവുന്നുള്ള വിചാരമുണ്ട്. അങ്ങനെയാകാം എന്റെ കവിതകളിൽ ഇത് വന്നിരിക്കുന്നത് തോന്നുന്നു. ഞാൻ പിന്നീട് എഴുതി എന്റെ മഴയിൽ ബുദ്ധൻ എന്ന് പറയുന്ന കവിതയിലെ ഹല്ലാജ് എന്ന് പറയുന്ന ഒരു കവിത, ആ കവിതയൊക്കെ വർഷങ്ങൾക്ക് ശേഷം, അതൊന്നും ഒരു ബോധപൂർവമായി സൂഫിസത്തെ കൊണ്ടുവന്നതൊന്നുമല്ല, അറിയാതെ ആ രീതിയിൽ. ബുദ്ധനും ഇതുപോലെ തന്നെ, ബുദ്ധനും എനിക്ക് സൂഫിയാണ്. ബുദ്ധനെ ഞാൻ അങ്ങനെയാണ് വായിക്കുന്നത്. ബുദ്ധന്റെ ജീവിതമെന്നോ അല്ലാതെ ഞാൻ എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ ഒക്കെ ഞാൻ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. അതിന്റെ വേറൊരു സൗന്ദര്യ തലത്തിലൂടെ അതിനെ ആസ്വദിക്കാനായിട്ട്. ആശാന്റെ ബുദ്ധചരിതം അതുപോലെ തന്നെ എന്റെ വായനയെ നന്നായിട്ട് എൻഗേജാക്കിയ ഒരു കാവ്യമാണ്. ഇങ്ങനെയൊക്കെ ആകാം. പിന്നെ പി കുഞ്ഞിരാമൻ നായർ തീർച്ചയായിട്ടും മലയാളത്തിലെ അദ്വിതീയനായ ഒരു സൂഫി കവിയാണ് എനിക്ക്. അന്നപൂർണേശ്വരി അവൾ ഒന്ന് തൊട്ടു തലോടവേ വൃത്താർക്കൻ നവചൈതന്യം വഴിയും ബാലസൂര്യനായി ഒളിച്ചു പൂമൊട്ടിനുള്ളിൽ തിരഞ്ഞു തന്നെ ലെങ്ങുമേ അല്ലിൽ മൺകുടിലിനുള്ളിൽ അവൾ തൻ പാട്ടു കേട്ടു ഞാൻ കടൽ ചൊല്ലി കേട്ടു ഞാനും ഏതോ മഞ്ചീര ശിഞ്ചിതം വാനമോദി കേട്ടുഗാനം കണ്ടില്ല പാട്ടുകാരിയെ എന്ന് പറഞ്ഞ പ്രകൃതി പൂജയില് കുഞ്ഞിരാമൻ നായർ അവതരിപ്പിക്കുന്നത് മുഴുവനും ഈ ദർശനത്തിന്റെ മിന്നലാട്ടങ്ങളാണ്. അജ്ഞാതം അവൾത്തൻ ലീല, അജ്ഞാതം അവൾത്തൻ വഴി, അജ്ഞാതമെന്നും അവൾത്തൻ പ്രേമശാസ്ത്ര കുരുക്കുകൾ, ആ മായാ മഴിയത്തേടി കണ്ണീർ വാർക്കേണ്ട നീകവേ, ആ മിന്നൽ കൊടിയെ തേടി ഊരിചുട്ടിൽ പെടേണ്ടത്. അനസുമാഷി നേരത്തെ പറഞ്ഞ സൂഫി കഥയിലെ ആ പെൺകുട്ടിയെ തന്നെയാണ് ഇവിടെയുള്ള ഈ ഒരു പ്രേമസ്വരൂപി. ഈ രീതിയിലൊക്കെയാണ് മലയാള ഭാവന എന്റെ സൂഫി ബോധത്തെ എൻഗേജാക്കി കൊണ്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അവസാനം ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ രണ്ടുപേരും സംസാരിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്നുകിൽ സദസ്സിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാവാം, അല്ലെങ്കിൽ അനസിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ചേർത്ത് പറയാം. അപ്പോ സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ക്ഷണിക്കുന്നു. ഇതേകാലത്ത് സൂഫിസം അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന ഒരു ആശങ്കയുടെ പുറത്താണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങിയ കൽബ് എന്ന സിനിമ, അതല്ലെങ്കിൽ അതിന് മുമ്പ് സൂഫി സുജാതയും, ഇനി അതൊന്നല്ലെങ്കിൽ ഈ കത്തിറങ്ങിയ സമയത്ത് കൂടുതൽ ചർച്ചയുണ്ടായിരുന്നു ഇന്തോനേഷ്യയിലെ ഒരു 172 days എന്ന് പറയുന്ന, അഥവാ പ്രണയിക്കുന്ന, അതല്ലെങ്കിൽ ഒന്നുകൂടെ പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെയാണ് സൂഫിസം എന്ന് ധരിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ പ്രണയമാണ് യഥാർത്ഥത്തിൽ, പ്രണയം ആരോട് എന്നത് മാറ്റി വെച്ചിട്ട് പ്രണയമാണ്, അത് എങ്ങോട്ട് പോകുന്ന പ്രണയമാണെങ്കിലും അതാണ് സൂഫിസം എന്ന് വരുത്തി തീർക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കാരണം ഇപ്പൊ നമ്മുടെ സൂഫികളുടെ സൂഫി വിരുദ്ധത്തിൽ ഏറ്റവും പ്രസിദ്ധരായ നമ്മുടെ ഇനി തേക്ക സാഹിബാണെങ്കിലും നമ്മുടെ അത്തരത്തിലുള്ള തുടക്കകാലത്തിലുള്ള കവികളാണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പോഴുള്ള പുതിയ എഴുത്തുകാരാണെങ്കിലും, അവരുടെയൊക്കെ കവിതകളിൽ ഈ ലൈല, ഇപ്പോ ഇവിടെ മെൻഷൻ ചെയ്യപ്പെട്ട കവിതകൾ ഉണ്ടല്ലോ, ഇപ്പോ ലൈലാന്റെ സുഗന്ധം എന്ന് പറയുന്നു. അപ്പൊ ആ രൂപത്തില് ലൈല അതല്ലെങ്കിൽ ഒരു പെൺ ബിംബം കൊടുത്തിട്ട് ഇങ്ങനെ ദൈവത്തിനെ, അതല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്നത് കൊണ്ടാണോ ഈ രൂപത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായത് എന്ന ഒരു ചോദ്യമാണ് എനിക്ക്. ഇതിന് പിന്നെ
റാബിയാദവിയ പെൺപ്രതിബിംബമായിട്ടല്ല കൊടുത്തത്. നീ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് പ്രണയിക്കുന്നത്. അതേപോലെ തന്നെ മീര, ഇന്ത്യയിൽ ഇതിന് വേറെ വേർഷൻ ഉണ്ടല്ലോ, മീര കൃഷ്ണനെ എങ്ങനെയാണ് കാണുന്നത്. അതേപോലെ തന്നെ അക്ക മഹാദേവി ശിവനെ കാണുന്ന രീതി. അപ്പൊ തിരിച്ചും മറിച്ചൊക്കെ ഉണ്ട്. നമ്മുടെ പ്രണയം ഒരു പക്ഷേ ആ കാലത്ത് സ്ത്രീയോട് എന്നുള്ളൊരു സങ്കല്പത്തിൽ പുതിയ അങ്ങനെ ആയിപ്പോയതായിരിക്കും. അതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും ആ പ്രണയം, അതിനപ്പുറത്തുള്ള പ്രണയം തന്നെയാണ് സൂഫി പ്രണയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ സെക്യുലറിസം എന്നാണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയി. സെക്യുലറിസം, പോസ്റ്റ് സെക്യുലറിസം എന്ന് പറയുമ്പോൾ സൂഫിസം ഇന്ത്യയിൽ സെക്യുലറിസത്തിന് വലിയ സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമാണ്, ഒരു ആത്മീയ മതപ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് അതിൽ നമുക്ക് കബീറിനെ ഒക്കെ അനുസ്മരിക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. ദേവാലയത്തിലില്ല, കൈലാസത്തിലില്ല, കാബയിലില്ല, നീ തേടുന്നവൻ എന്നുള്ള ഒരു അർത്ഥമുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അത് പിന്നീട് വേറെ രീതിയിൽ നമ്മുടെ മലയാളത്തിൽ അതിമനോഹരമായ മാപ്പിളപ്പാട്ടിലേക്ക് അത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ PT മുഹമ്മദിന്റെ പാട്ടില് പടപ്പ് പാടപ്പോടെ വിരിശത്തിൽ നിന്നോടി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അടുത്ത പ്രധാനം, അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ പണിയേണ്ട. അതിനപ്പുറത്തേക്കുള്ള മതത്തിന്റെ ആത്മീയതയുടെ ഒരു തലത്തെ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും. അത് നമ്മുടെ സെക്യുലറിസത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ സിനിമയിലുള്ള ചില കാണൽ, അത് അവര് ആ സിനിമയുടെ വിജയത്തിന് വേണ്ടിയോ മറ്റോ ഒക്കെ കാണിച്ചായിരിക്കും. ലൈല എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും പറയുന്നതാണ്. അത് അതിനപ്പുറത്തേക്കുള്ള ദൈവികമായ ഒരു പ്രതിനിധാനം തന്നെയാണ് ലൈല പലപ്പോഴും. അതിന്റെ പിന്നാലെ നേരത്തെ ഈ സുന്ദരിക്ക് പിന്നാലെ പോയതുപോലെ അതിന് നമ്മള് അത് ഉപയോഗിച്ച എന്താണ് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ നോക്കേണ്ടതില്ല. അതിനപ്പുറത്തേക്ക് സൂഫികൾക്ക് അതിനെ കാണാൻ കഴിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ചുകൂടി ഒരു വ്യക്തത സൂഫികൾക്ക് വരുത്താൻ പറ്റുന്നത്. ഈ ചോദ്യം വളരെ സാധാരണ രീതിയിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ സമീപിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ഒരു ഡയമെൻഷൻ അതിനെ രണ്ട് രീതിയിൽ സമീപിക്കാം. ഒന്ന്, പ്രണയം എന്ന് പറയുന്നത്, മാനുഷികമായ പ്രണയം എന്ന് പറയുന്നത് മോശമായ ഒരു കാര്യമല്ല എന്നുള്ള ഒരു സ്ത്രീയെ ഒരു പുരുഷൻ സ്നേഹിക്കുന്നതോ ഒരു പുരുഷനെ ഒരു സ്ത്രീ സ്നേഹിക്കുന്നതോ അല്ല. അത് മാത്രമല്ല, ആ സ്നേഹത്തിലൂടെയാണല്ലോ ഈ ഇവിടെ ജീവിതം തന്നെ നിലനിൽക്കുന്നത്. അപ്പൊ ചില സൂഫി ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് മുക്തി തേടിപ്പോയാൽ ചില ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രണയാനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന്. മാനസികമായ പ്രണയാനുഭവം ഉണ്ടായിട്ടുള്ളവന് മാത്രമേ ദിവ്യമായ പ്രണയത്തിന്റെ തലത്തിലേക്ക് കടക്കാൻ പോലും പറ്റൂ. അല്ലാതെ ദൈവത്തെ മാത്രം സ്നേഹിക്കുക എന്നുള്ളത്, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് മനുഷ്യരെയും പ്രപഞ്ചത്തെയും ഒക്കെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടൊരു ഒരാൾക്ക് വേറൊരാളോട് തോന്നിപ്പോകുന്ന പ്രണയം, ഇപ്പൊ പ്രണയം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ ഇത് ഭാഷയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോ പ്രണയിക്ക് നേരെ പിന്നെ പ്രണയ നിരാസം അല്ലെങ്കിൽ തന്റെ ഈദത്തിനനുസരിച്ച് പ്രണയിനി പെരുമാറിയിട്ടില്ലെങ്കിൽ ആ പ്രണയിനിയെ കൊന്നു കളയുന്നതിന്റെ പേരാണ് പ്രണയം എന്ന് വിചാരിക്കുന്നത്. അവിടെയോ പ്രണയം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് സ്നേഹം ഇങ്ങോട്ട് കാണിക്കുന്നില്ലെങ്കിൽ അവളെ ഞാൻ കൊന്നു കളയുക എന്ന് പറയുന്നത്, കൊന്നു കളയുമ്പോ അല്ലെങ്കിൽ അവൾക്ക് നേരെ ആസിഡ് ഒഴിക്കുമ്പോ, അവൾക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുമ്പോ എന്നിൽ എന്ത് പ്രണയമുള്ള പിന്നെ? എനിക്ക് അത്രയും ഇഷ്ടം തോന്നിയ ഒരു പ്രണയിനി എന്നെ നിരസിക്കുമ്പോ ആ നിരസിക്കാൻ അവളെ വിട്ടുകൊടുക്കുന്നതിന്റെ പേരാണ് പ്രണയം. സ്വാതന്ത്ര്യത്തോടെ അവളെ ജീവിക്കാൻ അനുവദിക്കുന്നതിന്റെ പേരാണ് പ്രണയം. അതാണ് സൂഫി പ്രണയം. സൂഫികൾ അങ്ങനെയാണ് പ്രണയത്തെ കാണുന്നത്. ആ പ്രണയം കാണുമ്പോ വലിയ സന്തോഷം ഉണ്ടാവും എല്ലാവർക്കും. ഭൂമി തന്നെ ചിരിക്കും. ഈ ഭൂമിയിലാകെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നതായി തോന്നും. സൂഫിയുടെ കാഴ്ചയില് തുറന്നു കിടക്കുന്ന വാതിലുകൾ മുഴുവനും സ്വർഗത്തിലേക്കാണ്, നരകത്തിലേക്കല്ല, ജീവിതത്തിലേക്കാണ്, മരണത്തിലേക്കല്ല. അങ്ങനെ വരുമ്പോ കൽബ് എന്നുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല, സൂഫിയും സുജാതയും ഞാൻ കണ്ടിട്ടുണ്ട്.
അതിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന പ്രണയത്തിന്റെ മനോഹരമായ തലമുണ്ട്. അതൊന്നും കുഴപ്പമുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ചോദ്യം ചോദിച്ച മോനെ പേരറിയില്ല. പിന്നെ അത് ഈ നമ്മൾ പ്രണയം തിരിച്ചറിയുക എന്നുള്ളത്. പ്രണയമേ വിളിച്ചാലും ഇല്ലെങ്കിലും നിന്റെ വിളി മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. ആരെന്തു പറഞ്ഞാലും നേർത്ത ദീപങ്ങളാൽ ഞാൻ നിനക്ക് പുതപ്പു തിന്നും. കോഴി കൂവിയാലും മഞ്ഞു പെയ്തെങ്കിലേ ഞാൻ നിന്നെ വിളിച്ചുണർത്തൂ. മാനം കറുത്താലും മയിലാടിയാലേ ഞാൻ നിന്നെ തേടി വരൂ. പൂവിടർന്നാലും പുഴ പാടിയാലേ ഞാൻ നിന്നിൽ ഒഴുകി വരൂ. പ്രണയമേ നിന്റെ വിളി മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. ഈ പ്രണയത്തെയാണ് കൃഷ്ണനായിട്ട് മാധവിക്കുട്ടിയോ കമലാസുരിയോ ഒക്കെ കവിതയിൽ ആവിഷ്കരിച്ചത്. ഈ പ്രണയത്തെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിരാമൻ നായർ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. മലയാള കവിതയിൽ ഈ ധന്യതയിൽ ഒരുപാട് പ്രകാശനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം ഞാൻ ജില്ല കവിത എൻ്റെ തന്നെ കവിതയാണ്. ഈ ചോദ്യത്തോടുള്ള എൻ്റെ ഒരു പ്രതികരണം ആയിട്ടാണ് ഞാനത് ഇവിടെ ഇപ്പോ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിൽ അതിനെ കുറച്ചുകൂടി ഒരു വൈഡ് ഫ്രെയിമില് നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ അത്തരം ചോദ്യങ്ങളുടെ യഥാർത്ഥ ഉത്തരങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരു മോഡറേറ്റർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഉത്തരം പറയുന്നില്ല. എന്തായാലും സൂഫികള് ആരോരോട് തന്നെ ചോദ്യം ചോദിക്കുന്നവരാണ്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കഥയുണ്ട്. ഒരു പ്രണയിനി കാമുകൻ വന്ന് വാതിലിൽ മുട്ടി. ഉള്ളിൽ നിന്നും പ്രണയിനി ചോദിച്ചു ആരാണ്. അപ്പോ ഈ വന്നയാള് പറയുന്നു ഞാനാണ് എന്ന് പറയുന്നു. പ്രണയിനി വാതിൽ തുറന്നില്ല. ഇയാള് പോയി എവിടെയൊക്കെ പോയി കുറെ കാലത്തിന് ശേഷം വീണ്ടും വന്ന് വാതിലിൽ മുട്ടി. അപ്പോഴും ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോഴും വാതിൽ തുറന്നില്ല. അവസാനം വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നീയാണെന്ന് പറയേണ്ടി വന്നു. അപ്പോ ഇവിടെ രണ്ടുപേർക്ക് ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാതിൽ തുറന്നു കൊടുത്തത് പ്രണയിനി. ആ തരത്തിലുള്ള ഒരു പാരസ്പര്യമാണ് സൂഫിസം എന്ന് പറയുന്നത്. അല്ലാണ്ട് നീ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയുള്ള ഒരു സൂഫി കഥ മാത്രം ഞാൻ ഇതിന് മറുപടിയായിട്ട് പറയുന്നു. അതുകൊണ്ട് ആ ഒരു വെളിച്ചം തലയിലോട്ട് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരമല്ല ഇത്, ഞാൻ ഇതിനോടുള്ള ഒരു കൂട്ടിച്ചേർക്കൽ മാത്രമാണ്. ഇനിയും ചോദ്യങ്ങൾക്ക് വേണ്ടി സദസ്സിനെ ക്ഷണിക്കുന്നു. അയ്യങ്കാളി മാല കുറച്ച് ഭാഗം ചൊല്ലിയ ആ രീതിയിലൊന്നും ചൊല്ലിയാൽ ചോദ്യമാണ് വിചാരിച്ചു മൈക്ക്. ചോദ്യങ്ങൾ അഞ്ജലി ആ മൈക്കൊന്നു. സൂഫിസം എന്ന് നമ്മൾ ഇവിടെ ഈ കവിതയോട് ചേർത്ത് പുതിയ രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അന്തൻ പുൽമേടിലൂടെ പിന്നെ സഞ്ചരിച്ച് ഇതിനെ തെരയുന്ന അർത്ഥത്തിൽ പറയുന്ന ഒരു ഗസാലി മൊഴി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സൂഫിസം അനുഭൂതിയും ആസ്വാദനവും എന്ന് പറഞ്ഞ് കുറെ മുമ്പ് സിദ്ദീഖ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയൊരു പുസ്തകം. ഈ അർത്ഥത്തില് ചർച്ചകളൊക്കെ ഇങ്ങനെ ഈ ഇസ്ലാമിക് സൊസൈറ്റിയിൽ ടേമായിട്ടാണ് നമ്മൾ ഈ സൂഫിസം പ്രത്യേകിച്ച് പറയണത്. ഇതിന്റെ മറ്റൊരു തരത്തിലുള്ള ചർച്ച വേറെ രൂപത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, ഈ പദവും ഒഴുക്കുമായി ബന്ധപ്പെട്ട പദങ്ങൾ. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ഉപയോഗിച്ച പിന്നെ ഒരുപാട് ഗുരുനാഥന്മാർ, ഇപ്പൊ റൂമി, അതേപോലെ തന്നെ മുഹിയുദ്ദീൻ ഷേഖ്, നിജിഫായി ഷേഖ് എന്നൊക്കെ
പറഞ്ഞ ഇത് ഇങ്ങനെ ഈ ഒരു ധാരകളായിട്ടാണ് പറയാ, ത്വരീക്കത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിലൂടെയുള്ള സഞ്ചാരങ്ങൾ, അങ്ങനെയുള്ള ചില ജീവിത ചര്യകൾ, ചില മന്ത്രങ്ങൾ, അങ്ങനെ ഉള്ളൊരു വഴികളായിട്ട് ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരമുള്ള അനുഭവങ്ങൾ കുറിച്ച് സൂഫിമാശം പിന്നെ നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ നമ്മുടെ ഈ വർത്തമാനത്തില് സൂഫിസത്തിന്റെ ഭാഷ, കവിത, സംഗീതം, ആ ഒരു സെൻസിബിലിറ്റിയിലാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ പറയുന്നതും ആ നിലക്ക് നമ്മൾ നമ്മളുടെ പിന്നെ ടൈം അങ്ങനെ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നു. ഈ തരീഖത്തുകൾ എന്ന് പറയുന്നത് അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് പിന്നെ ഈ സൂഫിസം എന്ന് പറയുന്ന ഈ ഒരു ധാരയില് തസവുഫ് എന്ന് പറയുന്ന അതിന്റെ ദാർശനികമായ തലം, ആ തലത്തില് ആ ഒരു അനുഭൂതി മണ്ഡലത്തിലേക്ക് എത്താൻ പല വഴികളും പല രീതിയിലും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ റൂമിയുടെ മൽബനി ഓർഡർ എന്ന് പറയുന്ന ആ നിലക്കുള്ളൊരു തെരീഖത്ത് രീതിയാണ്. അതില് നൃത്തവും സംഗീതവും വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെയൊക്കെ ഖദിരിയ തെരീഖത്ത് എന്ന് പറയുന്നതില് ധ്യാനവും ജ്ഞാനവും വളരെ പ്രധാനമാണ്. പിന്നെ സുഹ്റവർദിയ തെരീഖത്ത്, നക്ഷബന്ദിയ തെരീഖത്ത്, അങ്ങനെ വ്യത്യസ്തമായ ഇതുപോലെ അറിയാത്ത ബക്താഷി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, പിന്നെ ജറാഹി, അങ്ങനെ ഒരുപാട് സിൽസിലകൾ എന്നാണ് ഇത് പറയാം. ഈ സിൽസിലകൾ എന്ന് പറയുന്നത് ഈ തെരീഖത്തിന്റെ ഓരോ ശാഖകളുടെ പേരുകളാണ്. ഇവര് പരസ്പരം ഇവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഒരുപാട് വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാകും. അത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവര് ആ നിലക്ക് തന്നെ ആ ധ്യാന മാർഗത്തിലൂടെ മുന്നോട്ട് പോകും. അത് വേറൊരു അതിനെ നമ്മൾ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോ നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാൻ പറ്റില്ല. അതൊരത്രയും നമ്മൾ ടൈം കൊടുത്തിട്ട് പറയേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, അതിന്റെ ഈ ദർശനത്തിന്റെ പ്രായോഗിക രീതികളെ ചില ആചാര്യന്മാർ അവരുടെ അനുഭൂതികളിലൂടെ ഏറ്റുപറഞ്ഞ് അവര് കണ്ടെത്തിയ ചില മാർഗങ്ങളാണ്. ആ സമയത്ത് അത് ഏറ്റവും ശക്തമായി അത് പ്രകാശിച്ചിട്ടുണ്ടാകാം. പിന്നീട് അത് ലൈറ്റായി പോവുകയും അത് നമ്മുടെ കാലത്ത് എത്തുമ്പോഴേക്ക് അത് അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട ചില ഫോംസ് ആയി മാത്രം മാറിപ്പോവുക ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ചോദ്യത്തിന്റെ സെൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കേട്ടതിൽ നിന്ന് ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് അത് അവർക്ക് കൺവിൻസ് ആയിരിക്കും ഞാൻ വിചാരിക്കും. ഓക്കെ, ഉത്തരത്തിൽ നിന്ന് ഒരു വാചകത്തിൽ എനിക്കുള്ള ഉത്തരമുണ്ട്. അതെന്താന്ന് വെച്ചാല് ഈ ഡിസ്കഷൻ ഇവിടെ തീർക്കാൻ പറ്റില്ല, ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ആ ഒരു ഉത്തരം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. ഞാൻ ആ അർത്ഥത്തിൽ ഒരു തീർപ്പിൽ എത്തിയോ എന്നുള്ളൊരു ആശങ്കയിൽ നിന്നുകൂടിയാണ് ചോദ്യത്തിൽ ചോദിച്ചത്. ഒന്നുകൂടി ഞാൻ പറയാം. രണ്ടുപേര് സൂഫിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ തീരുമാനിക്കണം അവർ രണ്ടുപേരും സൂഫികളല്ല. ഇത് പറഞ്ഞത് സുന്നൂനുൽ മിസ്രി എന്ന് പറയുന്ന വലിയ ഒരു ധാരാളപ്പോഴേ മുക്കി കൊന്നുകളിയായിരിക്കും. ഓക്കെ, അന്നത്തെ അധികാര ലോകം ഹലാലൊക്കെ സംഭവിച്ച പോലത്തെ രണ്ടുപേരും നിങ്ങൾ സൂഫിസത്തെ കുറിച്ച് പറയുന്നത് കണ്ടാൽ ദേ ആർ നോട്ട് സൂഫീസ്. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ഇവിടെ സൂഫിസത്തെ കുറിച്ച് വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ മൂന്നുപേരും സൂഫികളല്ല. അല്ലാതെ ഈ ഭാഷ്യം എന്ന് പറഞ്ഞ മറ്റൊരു സൂഫി ദർശനത്തിലുള്ള ആള്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ മതങ്ങളുടെ അവസ്ഥ കടലാസ് പൂക്കളെ പോലെയൊക്കെ ഒരു സുഗന്ധം നഷ്ടപ്പെട്ടു. അതേപോലെയാണ് ഈ പനിനീർ പൂവും കടലാസ് പൂവും. പനിനീർ പൂവിൽ നിന്ന് വരുന്ന ആ ഗന്ധവും അതിന്റെ സൗരഭ്യവും ഇപ്പൊ സൂഫിസമുള്ള മതമാണെങ്കിൽ അങ്ങനെയാണ്. അപ്പം സൂഫിസം ചോർന്നു പോയ
മതങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ സൂഫിസത്തിന്റെ ലാവണ്യ ശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് ദയവ് ചെയ്ത് മതത്തെ ഇതിനകത്ത് കൂട്ടിപ്പോയക്കരുത്. മതം എന്ന് പറയുന്നത് സൗരഭ്യം ചോർന്നു പോയ കടലാസ് പൂക്കളാണ്. അതുകൊണ്ട് അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് ആ സൂഫിസത്തെ സംബന്ധിച്ചിട്ടല്ല നമ്മുടെ ചർച്ച എന്ന് സദസ്സിന് ഓർമ്മപ്പെടും. ഒരു കാര്യം കൂടി ഞാൻ അനുബന്ധമായിട്ട് പറയാം. ഒരു അനുഭവത്തിന്റെ, അതായത് സൂഫിയുടെ കണ്ണുകള് ഹൃദയ നേത്രങ്ങളാണ്. ആ ഹൃദയ നേത്രങ്ങളിലൂടെയാണ് സൂഫി കാണുന്നത്. ആ കാണുന്ന കണ്ണുകളുടെ അതിശയത്തിലൂടെ അവര് പറന്നു പോകുന്നു. ആ പറന്നു പോകുന്നത് ഉദാത്തമായ ആ സൗന്ദര്യത്തിന്റെ വിശ്വമണ്ഡലങ്ങളിലേക്കാണ്. ഇതിനെ ധരിപ്പിക്കുന്ന എല്ലാ സൂഫികളും, എല്ലാ സൂഫി ധാരകളിലും വളരെ പ്രമാദമായ ഒരു കാവ്യശകലമാണ് ഇത്. സൂഫിസത്തിന്റെ ആദ്യകാല ക്ലാസിക് കൃതി എന്ന് പറയാവുന്ന അൽ ഖുശൈരിയുടെ റിസാല അൽ ഖുശൈരിയിലൊക്കെ തന്നെയും പരാമർശിക്കപ്പെടുന്ന ഒരു കാവ്യശകലമാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാമാ ലാ തറാഹുൻ നാദിറൂന വഅജ്നിഹത്തുൻ തതീറു ബിഗൈരി റീശിൻ ഇലാ മലകൂതി റബ്ബിൽ ആലമീന എന്ന് പറഞ്ഞാല് ആരിഫീങ്ങൾ, നോസ്റ്റിസിസം, ജ്ഞാനം, അത് ആനുഭൂതികമായ ജ്ഞാനത്തിന്റെ കൊടുമുടിയാണ്. ആ കൊടുമുടിയിലെത്തിയവരാണ് ആരിഫീങ്ങൾ. അതാണ് മഅരിഫത്ത്. നേരത്തെ പറഞ്ഞ തരീഖത്തിന്റെ തലത്തിൽ നിന്ന് മഅരിഫത്തിലേക്ക് എത്തുന്ന അവസ്ഥ. തുടക്കത്തിൽ പറഞ്ഞ ഫനയുടെയും ബക്കയുടെയും ഉള്ള വേറൊരു ടെർമിനോളജിയാണ് മഅരിഫത്ത്, ആരിഫീൻ. ഇപ്പോ റൂമിയുടെ പിതാവ് ബഹാവുദ്ദീൻ വലത് എന്ന് പറയുന്ന വലിയ സൂഫി പണ്ഡിതൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് കിതാബുൽ മആരിഫ് എന്ന കിതാബുൽ മആരിഫ്. ആ മആരിഫ് ആണ്, അറിഞ്ഞവരാണ് ആരിഫ്. അപ്പൊ അറിഞ്ഞവരുടെ ഹൃദയങ്ങൾക്ക് ചില കണ്ണുകളുണ്ട്, നേത്രങ്ങളുണ്ട്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, ഉയൂൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. അറിഞ്ഞവരുടെ ഹൃദയങ്ങൾക്ക് കണ്ണുകളുണ്ട്. ആ കണ്ണുകളിലൂടെ അവർ മറ്റുള്ളവർ കാണാത്ത പലതും കണ്ടുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ തജല്ലിയാത്തിന്റെ വ്യത്യസ്തമായ ആവിർഭാവങ്ങള് അവർ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ജമാലിന്റെ കണ്ണാടിയിലൂടെ, അഴകിന്റെ കണ്ണാടിയിലൂടെ, ജലാലിന്റെ മഹിമയുടെ കണ്ണാടിയിലൂടെ. അങ്ങനെ കാണുമ്പോ അവർ തൂവലുകളില്ലാത്ത ചിറകുകൾ കൊണ്ട് അവർ പറന്നു പോകുന്നു വിശ്വ മണ്ഡലങ്ങളുടെ മഹാ സൗന്ദര്യത്തിലേക്ക്. ഈ സൗന്ദര്യത്തിന്റെ ലോകത്തിലേക്ക് മനുഷ്യനെ വിളിക്കുന്ന ധാരയുടെ പേരാണ് തസവുഫ് എന്നും സൂഫിസം എന്നും മഅരിഫത്ത് എന്നും ഒക്കെ പറയുന്ന ജ്ഞാനത്തിന്റെ രീതികൾ. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ പനിനീർ പൂവിന്റെ സൗരഭ്യം നമുക്ക് ആ രീതിയിൽ ആസ്വദിക്കാനാവും. ആ സൗരഭ്യത്തിന്റെ തോട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു തുടക്കമായി ഈ സംഗമങ്ങളൊക്കെ മാറുമ്പോൾ അതിന് വലിയ സന്തോഷം ഉണ്ടാവും. അല്ലാതെ എവിടെയുമുള്ള വിവാദങ്ങളുടെ വളരെ ഒന്നും ഗുണം ചെയ്യാത്ത ഡിബേറ്റുകളിലേക്കൊക്കെ ഇതൊക്കെ മാറിപ്പോകുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതാണെന്ന് മാത്രമാണ് ഞാനും അനുബന്ധമായി പറയുന്നത്. യഥാർത്ഥത്തില് യാഥാസ്ഥിക വിശ്വാസമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ ഉന്നയിക്കപ്പെടാനുള്ള കാരണമായിട്ട് കാണാൻ പറ്റും, കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോ അത് ആ യാഥാസ്ഥിക വിശ്വാസത്തിന്റെ തലത്തില് നമ്മൾ കാണുമ്പോ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അതേപോലെ തന്നെ റിഫായി ഷെയ്ഖൊക്കെ സൂഫിമാരാവുകയും എന്നാൽ ഹല്ലാജൊക്കെ സൂഫി അല്ലാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ മാലയിൽ പറയുന്നത്, ഈ ഹല്ലാജെ കൊല്ലുന്ന ആൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവരുടെ കൈകളെ ഞാൻ പിടിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഹല്ലാജ് മൈക്ക് എടുത്ത് ഉപയോഗിച്ചോളൂ, അവരുടെ വീഡിയോ റെക്കോർഡിംഗ് ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ ഹല്ലാജ് ജീവിച്ചിരുന്ന സമയത്ത് ഹല്ലാജിനെ യാഥാസ്ഥിക വിശ്വാസികളായിട്ടുള്ള ആരും അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല കൊല്ലാൻ അപ്പോ അതുകൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ഞാൻ താല്പര്യം. അല്ല, ഈ ആലോചനകൾക്കൊക്കെ വലിയ ഒരു പിന്നെ
വലിയ ഡയമെൻഷൻ ഉണ്ട്. ഞാനിത് അത് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് അല്ലെങ്കിൽ ഈ മേഖലയിൽ ഞാനും ഒരു വിദ്യാർത്ഥിയാണ്, നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഹല്ലാജിന്റെ ജീവിതത്തെ ആധുനിക കാലത്ത് വളരെ ആധികാരികമായി അദ്ദേഹത്തിന്റെ ജീവിതവും ദർശനങ്ങളും കവിതകളുടെ ആഴവും ഒക്കെ പഠിച്ചു. ഇപ്പോ അഖ്ബാറുൽ ഹല്ലാജ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അറബി ഭാഷയിലാണ്, ഹല്ലാജിന്റെ തന്നെ കവിതകളാണ്. ആ കവിതകളെ കളക്ട് ചെയ്യുന്നത് ആധുനിക കാലഘട്ടത്തില് ലൂയി മാക്സിഗ്നൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മിസ്റ്റിക്കാണ്. അദ്ദേഹത്തിന്റെ യാത്രകൾ മുഴുവൻ ഈ 27ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിട്ട് ആത്മഹത്യക്ക് എങ്ങനെ ഏറ്റവും മനോഹരമായി ആത്മഹത്യ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹല്ലാജിന്റെ ഒരു കാവ്യശകലം ലൂയിസ് മാസിഗ്നന് കിട്ടുന്നത്. ആ കാവ്യശകലമാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കാവ്യശകലമാണ്. ഞാൻ പറഞ്ഞ നരകത്തിലിട്ടാൽ നിന്നുള്ള പ്രണയം കൊണ്ട് നരകത്തിൽ വിട്ടുപോകും എന്ന് പറഞ്ഞ ഹല്ലാജിന്റെ കാവ്യശകലമാണ്. ഈ കാവ്യശകലം കണ്ടിട്ട് ജീവിതത്തെ മറ്റൊരു രീതിയിൽ വായിക്കാൻ മാസിഗ്നൻ തയ്യാറാവുകയും നിരന്തരമായ അന്വേഷണത്തിലൂടെ പേർഷ്യൻ ഭാഷയും അറബി ഭാഷയും ഒക്കെ പഠിച്ചുകൊണ്ട് ഹല്ലാജില് അയാൾ മാസ്റ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഹല്ലാജ് ഈ 1920കളിലാണ് മാസിഗ്നന്റെ ഈ ഗ്രന്ഥം പുറത്തു വരുന്നത്, ഹല്ലാജിനെ കുറിച്ച്. ആ കാലഘട്ടത്തില് ഹല്ലാജിന്റെ കുറിച്ചുള്ള മാസിഗ്നന്റെ ഗ്രന്ഥത്തെ വല്ലാതെ പ്രശംസിച്ച ഒരാള് ഇന്ത്യയിലെ പ്രശസ്ത കവിയായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഇക്ബാലായിരുന്നു. ഇക്ബാലിന്റെ ജാബത്നാമ എന്ന് പറയുന്ന പിന്നീട് വന്ന ഗ്രന്ഥത്തില് ജാബത്നാമയുടെ ഹൃദയമന്ത്രമായി ഹല്ലാജിന്റെ മാസ്മരികതയെ ലൂയി മാസിഗ്നനോട് കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഇക്ബാല് പുനർപ്രകാശിപ്പിച്ചതായി കാണാം. ജാബത്നാമ നമ്മൾ ഇന്ന് വായിക്കുമ്പോ ഈ രീതിയിൽ പുതിയ അർത്ഥതലങ്ങളിലൂടെ ആഴത്തിൽ നമുക്ക് ഈ ദർശനങ്ങളൊക്കെ അനുഭവിക്കാനാവും. അങ്ങനെയൊക്കെയുള്ള വലിയ വാതിലുകൾ തുറന്നിടുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇടപെടാണ്. ബഷീർ അനൽഹക്ക് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഈ അനൽഹക്കില് ബഷീർ അഹം ബ്രഹ്മാസ്മി അനൽഹക്ക് ഈ രണ്ട് സങ്കല്പങ്ങളെയും ഒന്നാക്കി മാറ്റുകയാണ്. അപ്പം ബഷീറിനെതിരെ ഒരു വലിയ വിമർശനം ഉണ്ടായി. അതായത് ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് ഇസ്ലാമികമല്ല, അത് അങ്ങനെ ഒരു സങ്കല്പം ഇസ്ലാമിലില്ല, ബഷീർ എങ്ങനെ അങ്ങനെ ബഷീർ പിന്നെ ഈ കഥ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനൊരു അടിക്കുറിപ്പ് എഴുതി. ഞാനിങ്ങനെ ഒരു മുസൽമാനായിരിക്കെ ഇങ്ങനെ എഴുതിപ്പോയത് അനൽഹക്ക് എന്ന് എഴുതിപ്പോയത് എനിക്ക് വലിയ സങ്കടമുണ്ട്, വിഷമമുണ്ട്, ഞാൻ നരകത്ത് പോയല്ലോ എന്നൊക്കെ ഇതിന്റെ അവസാനം മൂപ്പര കുറിപ്പ് അവസാനിപ്പിക്കുന്നതാണ് അനൽഹക്ക്. അതാണ് ബഷീറിന്റെ ഒരു സൂഫിസം എന്ന് പറയുന്നത്. പിന്നെ നമ്മള് ഈ മൻസൂർ ഹല്ലാജ് എന്ന് പറഞ്ഞ ബഷീറിന്റെ തന്നെ ഒരു കഥയുണ്ടല്ലോ. മൻസൂർ ഹല്ലാജിനെ വെട്ടി തുണ്ടമാക്കിയത് ആരാണ്? ഈ പൗരോഹിത്യവും മതവുമാണ്. കാരണം അദ്ദേഹം സൂഫി ആയതുകൊണ്ടാണ് അയാളെ വെട്ടി തുണ്ടെന്നുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഈ മതമാണ് വന്നിട്ട് സൂഫിസം ഞാളാന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കൊണ്ടുവന്നു തോന്നുന്നു. അവര് ഓടിച്ച ആൾക്കാരാണ് ഈ സൂഫികൾ. ഇതുപോട്ടെ, ഞാൻ എന്തായാലും ഇത് കൂടുതൽ അതിക്രമം പറയുന്നില്ല. കാരണം ഇതിലിപ്പോ ഈ സെഷനില് അനസ് വളരെ കുറച്ച് സംസാരിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഇനി സദസ്സിൽ നിന്നും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യങ്ങളാവാം. അത് കഴിഞ്ഞിട്ട് അനസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കവിതകളും പിന്നെ അയ്യങ്കാളി മാലയിലെ കുറച്ച് വരികൾ ചൊല്ലണമെന്നും പറഞ്ഞു. അതിലോട്ട് പോവാൻ തോന്നുന്നു. കുറിച്ച് ഇവിടെ ഇരിക്കുന്നതിൽ നല്ല ധാരണയുള്ള ആളാണ് സൂഫി മാഷ. അതുകൊണ്ട് ഞാനും സൂഫി മാഷ കേൾക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഇരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ചില കവിതകളിലൊക്കെ ഇങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതാണ് വിചാരിച്ചത്. ഒരു കവിതയല്ല, ഹിജ്റ എന്നാണ് ഈ കവിതയുടെ പേര്. സംക്രമണമെന്നോ പലായനെന്നോ ഒക്കെ അർത്ഥം പറയാവുന്ന ഒരു പദമാണ് ഹിജ്റ. പകലൊതുങ്ങി പലരിറങ്ങി യാത്രയില്ലാതെ തമ്മിലൊന്നു പറഞ്ഞയഞ്ഞു തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്നിൽ നിന്നു പുറപ്പെടുന്നു നിന്നിടത്തിൽ ഞാൻ. മുമ്പിലായി നീ വന്നു നിന്നു എന്റെ കണ്ണാടി. എന്നിൽ നീളും ശ്വാസമപ്പോൾ നിന്നിലാകുന്നു. നിന്നിലെ നിശ്വാസം എന്നിൽ തങ്ങി നിൽക്കുന്നു. നിഴലഴിഞ്ഞൊരു മുഖമതാലെ നിന്നിലരിയുന്നു. പിന്നെ നീയും ഞാനുമെങ്ങ് മറഞ്ഞു കണ്ണാടി.
ഇതാണ് ആ കവിത. പിന്നെ നേരത്തെ മാലയെ കുറിച്ച് പറഞ്ഞു, അയ്യങ്കാളി മാല എന്നുള്ളൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. മാലപ്പാട്ടുകളുടെ ഒരു ചരിത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ആദ്യകാലത്ത് സ്തുതിഗീതങ്ങളായിട്ടാണ് വന്നത്. ഇപ്പോ മൊഹീദ്ദീൻ ഷേഖിനെ കുറിച്ചുള്ള സ്തുതിഗീതമായിട്ട് തന്നെയാണ് മൊഹീദ്ദീൻ മാല വരുന്നത്. എന്നാൽ പിന്നീട് അത് മാറുന്നുണ്ട്. പലതരത്തിലുള്ള കവിതകൾ, ഇപ്പോ പ്രകൃതിയുടെ പ്രകൃതിക്കുണ്ടായ നാശങ്ങളെ കുറിച്ചിട്ട് എഴുതും. വെള്ളപ്പൊക്ക മാല എന്ന് നമ്മുടെ പുലിക്കോട്ടിൽ ഹൈദർ എഴുതുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീമതി മാല എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. പലതരത്തിലുള്ള മാലപ്പാട്ടുകൾ പ്രകൃതിയെ ചേർത്ത് നിർത്തിയിട്ടും അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അയ്യങ്കാളി മാല എന്ന് പറയുന്നത് അതൊരു അയ്യങ്കാളിയുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തെയാണ്, അല്ലാതെ അയ്യങ്കാളിയുടെ അയ്യങ്കാളിയുടെ ആത്മീയമായതൊക്കെ സ്തുതിക്കുക എന്നുള്ള രീതിയിലല്ല എഴുതി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെയാണ് തുടർച്ചയായിട്ട് പറയുക എന്നുള്ളത് ശ്രമിച്ചു നോക്കിയതാണ് ആ കവിതയിൽ. അതിനുശേഷം ഞാൻ മീസാങ്കാട് മാല എന്നുള്ളൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് മീസാങ്കാട്, പള്ളിക്കാട്, അവിടെയുള്ള കബറിടങ്ങൾ, അതിന്റെ ആ ഒരു സൗന്ദര്യം, അതിനെ സ്തുതിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഒരു സ്തുതിഗീതം പോലെയാണ് അത് എഴുതിയത്. അതുകൊണ്ടാണ് അതിന് അയ്യങ്കാളി മാല എന്നുള്ള പേരിട്ടത്. വേറൊരു കവിത മമ്മാലി തുരുത്തു മാല എന്നുള്ള കവിതയായിരുന്നു. അത് ഒരു തുരുത്ത്, അതൊരു കഥയായിരുന്നു. ഒരു മിത്ത് പോലെ ഒരു കഥ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞു കേട്ടൊരു കഥയാണ്. അങ്ങനെ മനുഷ്യനുണ്ടായിരുന്നു. നമ്മുടെ ഉഞ്ഞാലിമരക്കാരാണോന്നും നമുക്കറിയില്ല. അതുപോലൊരു കഥയാണ് ഈ രാഷ്ട്രീയ ബോധമുള്ള, അതേപോലെ തന്നെ അന്ന് ഈ പറഞ്ഞ തുരുത്തിനെ സംരക്ഷിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരാളുടെ കഥയായിരുന്നു അത്. അതാണ് മമ്മാലി തുരുത്തുമാല എന്ന് പറയുന്ന രീതിയിൽ എഴുതിയത്. അപ്പൊ അത് ആ പറഞ്ഞതുപോലെ അത് വ്യക്തി സ്തുതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ സ്തുതിക്കുന്ന ഒരു കവിതയായിട്ടാണ് അത് എഴുതിയത്. അപ്പൊ ഈ രീതിയിൽ മാലയ്ക്ക് ഈ പറഞ്ഞതുപോലെ സൂഫിസായിട്ടൊക്കെ ബന്ധമുണ്ട്. പക്ഷെ അയ്യങ്കാളി മാല തീർച്ചയായിട്ടും ഒരു സൂഫി ബന്ധമുള്ള കവിതയല്ല. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ സ്തുതിച്ചുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയ ജീവിതത്തെ സ്തുതിച്ചുകൊണ്ടാണെന്ന് പറയുന്നത്. കുറച്ചു വരി ഇത് റുക്കോപ്പി തെങ്കിലാണ് വന്നത്. അതിൽ നിങ്ങൾക്ക് പോയാൽ അവിടെ അത് ചൊല്ലിയതെല്ലാം കിട്ടും. ഞാൻ ചൊല്ലിയത് അങ്ങനെ അയ്യങ്കാളി മാല ഇത് പാരമ്പര്യമായിട്ട് മാലപ്പാട്ടിന്റെ രീതിയൊക്കെയാണ് തുടങ്ങിയത്. അല്ലാഹിൻ തിരുനാമം ചൊല്ലി തുടങ്ങുന്നേ, അല്ലലാതില്ലാതെ കാവ്യമൊരുക്കുവാൻ മുത്തായ വേദാമ്പ കാട്ടിക്കൊടുത്തതാം സത്തായോരായത്തതിക്കവി ഓടുന്നേ. തണലേകി സഹാബും കൂടെ നടന്നുള്ളേ, തിരുനബി സ്വലവാത്തും കുറയാതെ ചൊല്ലുന്നേ. മുഹീദ്ദീൻ ഷെയ്ഖോരെ പോരീശ പാടുന്ന മുഹീദ്ദീൻ മാലയെ മുന്നേ നിവർത്തുന്നേ. മാലപ്പാട്ടീശലിൽ മലയാളം പോറ്റിയ കാവി മുഹമ്മദോ എന്ന ഷായിറുകളെ കൽബിൽ ഇന്നുസ്താദാൻ കണ്ടു മടിയാതെ ആദരവായിരം ഓതിത്തുടങ്ങുന്നേ. ആദിമനിതർ തൻ നീതി തൻ തേട്ടത്താൽ ആദിമ കേരളം നേരം വെളുത്തിട്ടേ അയ്യവർ തന്നൂടെ ഉഖവത്തതിനാലെ അന്നത്തെ സമാനിൻ കോട്ടം കുറഞ്ഞിട്ടേ അക്കാലം തന്നീലി നാടിനു വെട്ടമായി അത്തലതിന്മീതെ നിജമായി നിന്നോവർ അയ്യനും മാലക്കും മകനായിട്ടുള്ളോവർ അയ്യങ്കാളി എന്ന പേരിലറിഞ്ഞോവർ അകമിൽ കരുത്തുമായി കാലത്തിനാജലം മാറ്റിത്തിരിക്കാനായി വന്നു പിറന്നോവർ ജാതിയിരുട്ടീനെ വെക്കമായി നീക്കുവാൻ
ജാതമാം വീരത്വം തന്നാലെയുള്ളോവർ വെങ്ങാനൂരിലങ്ങ പ്ലാവറത്തറവാട്ടിൽ മിന്നും ചരിതമായി പോറ്റി വളർന്നോവർ വളർമയിൽ കാണും കീനാവുകൾ എല്ലാമേ വിരിയുമെന്നാകെയും കാണിച്ചു വെച്ചോവർ. അങ്ങനെ പോകും ആ വരികള്. ഇതാണ് അയ്യങ്കാളിമാലയുടെ വരികൾ. ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. റാഫി മാഷ് സന്തോഷം പറയുകയായിരിക്കും. സൂഫിസത്തെ സംബന്ധിച്ച് വളരെ അത്യാവശ്യം പറ്റുന്ന വിധത്തിലുള്ളതാണ്. ഇത്തരം ഒരു അരമണിക്കൂറുണ്ടോ 3/4 മണിക്കൂർ കൊണ്ടൊന്നും സംസാരിച്ച് അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയമല്ലല്ലോ ഇത്. ഇതില് വിട്ടുപോയ 1-2 കാര്യങ്ങൾ കൂടി ഇവിടെ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതില് സൂഫിസത്തില് ജമ എന്ന് പറഞ്ഞ ഒരു സങ്കല്പമുണ്ട്. ദർവിഷുകളാണല്ലോ സൂഫിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ ദർവിഷുകൾ എന്നാണ്. എനിക്ക് ഇതിന്റെ എത്ര ടെക്നിക്കലായിട്ട് വലിയൊരു അറിവില്ല. ജമ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് സൂഫിസത്തില് ഒരു നൃത്തമുണ്ട്. അത് നിങ്ങൾക്ക് പലർക്കും അറിയണ്ടാവും. ഉസ്താദ് ഹോട്ടലിലേക്ക് അവസാനം ആ നൃത്തമാണ് കാണിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിൽ നിന്നും പോസിറ്റീവ് എനർജി സ്വീകരിച്ചിട്ട് അത് ചുറ്റുമുള്ളവരിലോട്ട് വിതരണം ചെയ്യുന്ന ഒരു സങ്കല്പമാണ് ജമ എന്ന് പറയുന്നത്. അപ്പോ അതിനെ സംബന്ധിച്ച് അത് ഈ ദർശനങ്ങളുടെ ഒരു ലാവണ്യ ശാസ്ത്രം ഇതാണല്ലോ മനുഷ്യരിലേക്ക് പടരേണ്ടത്. അല്ലാണ്ട് ഇതിന്റെ രാഷ്ട്രീയ ചർച്ചകളെക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ സാഹിത്യത്തിലോട്ടും നമ്മളുടെ ദർശനത്തിലോട്ടും നമ്മളുടെ തത്വചിന്തയിലോട്ടൊക്കെ ഇതിൽ നിന്നും എന്ത് ഊർജമാണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ നിന്നും പടരേണ്ട ഒരു സംഗതി ഉണ്ടല്ലോ, ഇതിലൊരു പടർച്ചയുണ്ടല്ലോ. ആ പടർച്ച, ആ സൗന്ദര്യശാസ്ത്രം, ആ പടരേണ്ട സൗന്ദര്യശാസ്ത്രം എന്നൊക്കെ പറയുന്നത് സൂഫിസത്തിൽ ഇത്തരം ചില എലിമെന്റുകളാണെന്ന് തോന്നുന്നു. അതിനെ സംബന്ധിച്ചുള്ള ചെറിയ ചില സംഗതികൾ കൂടി ഇവിടെ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് ഒന്നുകിൽ അനസ അല്ലെങ്കിൽ സൂഫി മാഷ അതിനെ സംബന്ധിച്ചിട്ട് ഒന്ന് സംസാരിക്കും എന്ന് തോന്നുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയത് കമ്മ്യൂണിക്കേഷൻ കിട്ടിയെന്ന് അറിയില്ല. ആ റൂമിയെ കുറിച്ച് പറഞ്ഞപ്പോ ആ റൂമിയുടെയൊക്കെ ആ ഒരു സൂഫി ധാരയിൽ നൃത്തവും സംഗീതവും ആണ് വളരെ പ്രാമുഖ്യം നേടിയിരിക്കുന്നത്. അപ്പൊ അത് സമ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും സമാ എന്ന് പറയുന്ന ഒരു വാക്ക് കൂടി അതിലുണ്ട്, ആകാശമാണ്. അപ്പൊ സൂഫി നൃത്തത്തില് ഈ ആകാശത്ത് നിന്നും ഊർജം ഏറ്റുവാങ്ങി ഭൂമിയിലേക്ക് കൊടുക്കുന്ന ടേക്ക് ആൻഡ് ഗിവ് ആ ഒരു മുദ്ര തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ വലത് കൈ ആകാശത്തിലേക്ക് ഉയർത്തി ഇടത് കൈ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ആ ദർവേഷ് നൃത്തത്തിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പ്രാപഞ്ചികമായ ആ ഒരു ഊർജത്തെ ആനുഭൂതികമായി അനുഭവിക്കുകയും സമയമായി തോന്നുന്നു. അപ്പൊ അനസ് അവസാനം എഴുതിയ ഒരു കവിതയുടെ പേര് മീസാൻ കല്ലുമാല എന്നാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഈ മീസാൻ കല്ല്, പള്ളിപ്പറമ്പ് ഇത്തരം സ്ഥലങ്ങളും കാലാഖ്യാനവും സ്ഥലാഖ്യാനവും ഒന്നും അധികമില്ല, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ മീസാൻ കല്ലിനാണ് MT സ്മാരകശിലകൾ എന്ന് പേര് കൊടുക്കുന്നത്. പുനത്തിലിന്റെ നോവലിന്റെ പേര് അദ്ദേഹം അത് മാതൃഭൂമി കൊടുത്തപ്പം വേറെ പേരായിരുന്നു. അതിന് ഈ പിന്നെ സ്മാരകശിലകൾ എന്നുള്ള പേര് കൊടുക്കുന്നത് MT ആണ്. അപ്പൊ ശരിക്കും മീസാൻ കല്ല് എന്നുള്ള ഒരു പേര് സാഹിത്യത്തിലോട്ട് അൻസാണെന്നൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം മീസാൻ കാട് എന്നാണ്. അപ്പൊ ഇത് പള്ളിപ്പറമ്പിലുള്ള, നമുക്കറിയാം മീസാൻ കല്ല് എന്ന് പറയുന്നത് ഈ പള്ളിപ്പറമ്പില് മരിച്ചുപോയ മനുഷ്യന്മാർ, ഇപ്പൊ നമ്മൾ ഈ പറവണ്ണ റോട്ടിൽ അങ്ങനെ പോകുമ്പോ അവിടെ ഇവിടെയൊക്കെ നിറച്ച് കാണാം ഈ കല്ലുകൾ. മീസാൻ കല്ല് മരിച്ചുപോയ മനുഷ്യന്മാരുടെ സ്മാരകമായിട്ട് സ്ഥാപിക്കുന്ന കല്ലുകളാണ് ഇത്. അപ്പൊ ഇത് മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാവുകത്വം ഒട്ടുമില്ലാത്ത സംഗതിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ സൂഫിസത്തിന്റെ എലമെന്റുകൾ ഇങ്ങനെയാണ് സാഹിത്യത്തിലോട്ട് വരികയും ഒരു വലിയ ജനവിഭാഗത്തിന്റെ അവരുടെ
ജീവന ചിത്രണം, അവരുടെ പിന്നെ പരിസരം ഒക്കെ സാഹിത്യത്തിലോട്ട് വരിക എന്ന് പറയുന്നതിലൊക്കെയുള്ള കുറെ സങ്കീർണമായ വസ്തുതകളുണ്ട്. അതുകൊണ്ട് അനസിന്റെ ഈ മീസാൻ കല്ലുമാലയിൽ ഒരു 4 വരി കേട്ടുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സമയമായി, കാരണം അവിടെ സമാപന സമ്മേളനം ടൈം ആയിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി അനസിലേക്ക് കൈമാറാണ്. ഓക്കെ, പറയുമ്പോ എല്ലാം പറയണല്ലോ. അഭിഭാഷന്റെ ഇന്നലെ ഇറങ്ങിയ കഥാസമാഹാരം പ്രാവുകളുടെ ഭൂപടത്തിനകത്ത് ദർവീഷ് എന്നുള്ള പേരിലൊരു കഥ തന്നെയുണ്ട്. സൂഫിസത്തിന്റെ പല തലങ്ങളും അതിൽ കാണുന്നുണ്ട് ആ കഥയിൽ. അപ്പൊ പുസ്തകമായി വായിക്കുമ്പോൾ നമുക്കും അത് മനസ്സിലാവും. ഞാൻ ഇന്നലെ പുസ്തകം വാങ്ങിയിട്ടുണ്ട്, അതിൽ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോ ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ആഴത്തിൽ അതിനെ കുറിച്ച് പറയാൻ കഴിയില്ല വായിക്കാത്തതുകൊണ്ട്. ഇത് മീസാങ്കാട് മാല. മീസാങ്കാടിനകമതു കാണാൻ മേഞ്ഞു നടക്കാനാഞ്ഞും വേനലിഴഞ്ഞുടലാകെയിരുമ്മും കറ്റക്കെട്ടു വിടർത്തി മീറുകളാടും മുള്ളിൻ കൂടുകൾ നൂണ്ടുമറഞ്ഞട പോന്നു കാടതു കൂടാൻ പൊള്ളലൊതുക്കും തണുവതിനുള്ള മുരുമ്മ കല്ലുകൾ പച്ചകൾ തണ്ടുകൾ മൂടിയ മീസാങ്കാടിനകമും തൂളികൾ പാറി വരുന്നുണ്ടാരോ നിലകളുരുമ്മിയഞ്ഞു ഓദിസലാമും നീട്ടി കയ്യും മീസാങ്കാട് തുറന്നു ഓദിസലാമും നീട്ടി കയ്യും മീസാങ്കാട് തുറന്നു മീസാങ്കല്ലുകൾ മൂടിയ കാടുകൾ കാലമിതെത്ര കടന്നു പൂവുകൾ കായകൾ തുമ്പികൾ പച്ചപ്പയ്യുകൾ കുരുവികളും നോട്ടം കണ്ടൊരു ചാണതു ചാടും മുള്ളൻ പന്നികളും ഉപ്പൻ തേടി നടന്നു കുറിക്കും കീടത്തരികളതും വരിതെറ്റാതുയർ മണി തേടുന്നൊരു കടിയനുറുമ്പുകളും തേനട കൂട്ടാൻ മൂളി നടക്കും തേനഴകീച്ചകളും തത്തകൾ ഒരുമയിലൊറ്റിപ്പോരും കതിരുകൾ കരുതും കതിരുകളും പാറി നടക്കും മലരുകളും വഴി പേടിപ്പിക്കും പൊത്തുകളും പൊന്തകൾ മേലെ മുള്ളുകൾ കെട്ടി വേലിമെടഞ്ഞോരിങ്ങകളും. നിങ്ങളെ താളത്ത് പോകുന്നതാണ് കവിത. അപ്പൊ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. വേദിയിൽ സോഫിസ വർത്തമാനം അവസാനിക്കുന്നു. പങ്കെടുത്ത KT സൂഫി, MP അനസ്, ഏകോപനം നിർവഹിച്ച ഡോക്ടർ മുഹമ്മദ് റാഫി MP എല്ലാവർക്കും സാഹിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഒന്ന് വിചാരശാലയിലേക്ക് ചെന്നാൽ നന്നായിരുന്നു. അടുത്ത സെഷൻ അവിടെയാണ് ആരംഭിക്കാൻ പോകുന്നത്. അവിടെ സമാപന സമ്മേളനം ഒരു സെഷനും കൂടെ തീരാനുണ്ട്. അതവിടെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അത് കഴിയാറായിരുന്നു.